ആ ഒരു അവസാനത്തെ നിമിഷത്തിലാണ് വീണ്ടും ഡിസ്ക്രിപ്റ്റീവ് എക്സാമിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അറിയുന്നത്. ഇപ്പോഴും ഒരു പ്രതിസന്ധി അതാണ്. ഇനി ഒരുങ്ങുന്നവർക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെബ്സൈറ്റിൽ ഔട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഒരു സൗകര്യം നെഗറ്റീവ് മാർക്കില്ല. മറ്റു PSCകളിലൊക്കെ ആണെങ്കിൽ എന്തുണ്ട്, ഒബ്ജക്റ്റീവ് പരീക്ഷകൾക്ക് നെഗറ്റീവ് മാർക്കുണ്ട്. അപ്പോൾ JRF കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് റിസർച്ച് ചെയ്യുമ്പോൾ ആ ഫെലോഷിപ്പ് ക്യാഷായിട്ട് സർക്കാർ കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹബിഹി അജ്മഈൻ. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വഴികാട്ടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഷിയാ സ്വലാഹിയോടൊപ്പമുള്ള നമ്മുടെ ഒന്നാമത്തെ എപ്പിസോഡ് നമ്മൾ പല വിഷയങ്ങൾ ചർച്ച ചെയ്തു. അറബി ഭാഷ പഠിച്ചവർക്കുള്ള ജോലി സാധ്യതകൾ LP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെ നമ്മൾ ചർച്ച ചെയ്തു. അതെല്ലാവരും കേട്ട് ഉൾക്കൊണ്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കൂടെയുള്ളത് ഷിയാ സ്വലാഹിയാണ്. അദ്ദേഹം രചയിതാവും പല രംഗങ്ങളിൽ, വിദ്യാഭ്യാസ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുമാണ്. കോളേജിയേറ്റ് പരീക്ഷയിൽ 3ാം റാങ്ക് ജേതാവായിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഷിയാ സ്വലാഹിയെ നമുക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ ജോലി സാധ്യതകൾ, അതിന് എങ്ങനെ മുന്നൊരുക്കങ്ങളും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കോളേജിയേറ്റ് തലത്തിലേക്കാണ് ഇനി പോകേണ്ടത് നമ്മൾ. അപ്പോൾ താങ്കൾക്ക് അതിൽ ഒരു അനുഭവമുണ്ട്, അതിലുള്ള പ്രിപ്പറേഷൻ്റെ റാങ്കിലൊക്കെ താങ്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ യോഗ്യതകളെക്കുറിച്ച് നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഈ ഒരു കോളേജിയേറ്റ് പഠനത്തിൽ, അതിൻ്റെ ജോലി കണ്ടുപിടിക്കുന്നതിൽ, അതിൻ്റെ ജോലിയിൽ എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ബിസ്മില്ലാ അൽഹംദുലില്ലാ. കോളേജിയേറ്റ് നമുക്കറിയാം നമ്മുടെ ടീച്ചിങ് മേഖലയിലെ ഏറ്റവും ഉയർന്ന ഒരു തസ്തികയാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു ഈ മേഖലയിൽ പഠിക്കുന്നൊരു സ്വപ്നമാണ് ഒരു കോളേജിൽ, ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനാവുക എന്നുള്ളത്. അധ്യാപനം ആഗ്രഹിക്കുന്നവരൊക്കെ സ്വപ്നം കാണുന്നൊരു മേഖലയാണ്. അപ്പോൾ അവിടെ കോളേജിയേറ്റിൻ്റെ എക്സാമിൻ്റെ രീതി, ഇപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിലുള്ള പരീക്ഷയെക്കുറിച്ച് എങ്ങനെ ഒരുങ്ങണം എന്നുള്ള വിഷയം നമ്മൾ സൂചിപ്പിച്ചല്ലോ. ഈ കോളേജിയേറ്റിൻ്റെ എക്സാമിൻ്റെ രീതി എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമാണ്. അതിൽ ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം അല്ല, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലാണ് ഇതിൻ്റെ എക്സാമിനേഷൻ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങിയ സമയത്ത് അതുവരെ ഒബ്ജക്റ്റീവ് ആയിരുന്നു, തൊട്ട് മുമ്പ് ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. പിന്നീട് ഇത് സർക്കാർ മാറ്റി. കാരണം ലാംഗ്വേജുകളൊക്കെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനിലൂടെ യോഗ്യത കണ്ടെത്താൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാദം മുന്നോട്ട് വന്ന് ഒബ്ജക്റ്റീവിലേക്ക് മാറ്റി. വീണ്ടും ഒബ്ജക്റ്റീവ് എന്താക്കി, നമ്മുടെ PSC വെബ്സൈറ്റിൽ ഇതിൻ്റെ സിലബസ് ഔട്ട് ചെയ്തു. ഇപ്പോൾ സിലബസ് നോക്കുമ്പോൾ ഒരു 10 മൊഡ്യൂളാണ് സിലബസിലുള്ളത്. ഈ 10 മൊഡ്യൂളിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഒരു അക്കാദമിക് തലത്തിൽ പഠിക്കേണ്ടതുണ്ടോ അതെല്ലാ മേഖലയും പഠിക്കണം എന്നുള്ളതാണ് മനസ്സിലാവുക. അതിലൊന്ന് നെഹ്വാണ്. നെഹ്വ് എന്ന് പറഞ്ഞാൽ നെഹ്വിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഒരു മൊഡ്യൂൾ ഉൾക്കൊള്ളുന്നത്. മറ്റൊന്ന് കണ്ടംപററി അറബ് വേൾഡാണ്. അത് നമ്മുടെ മുഴുവൻ 22 അറബ് രാജ്യങ്ങളെ പറ്റി അവിടെയുള്ള എല്ലാ മേഖലകളും, രാഷ്ട്രീയം, സാംസ്കാരിക മേഖല, രാഷ്ട്രീയ മേഖല, അതോടൊപ്പം തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ മേഖല, അതിൻ്റെ ചരിത്രം, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ പഠിക്കണം. മറ്റൊരു മൊഡ്യൂൾ ലിറ്ററേച്ചറാണ്. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജാഹിലിയ കാലഘട്ടം മുതൽ മോഡേൺ ലിറ്ററേച്ചർ വരെയുള്ള അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് അറിഞ്ഞിരിക്കണം, ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ അതിൽ തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ വേറൊരു മൊഡ്യൂളാണ്, ബലാഗ, അറൂദ്, നഖദ് വേറൊരു മൊഡ്യൂളാണ്, റിവായ, ഖിസ്സ എന്നീ ഭാഗങ്ങൾ വേറൊരു മൊഡ്യൂളാണ്, മസ്രഹിയ, അതേപോലെ ഷിഅർ വേറെ ഒന്ന്, അസ്വിഹാഫ, അതോടൊപ്പം ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിക ചരിത്രങ്ങൾ, അതേപോലെ ഈ ഒരു സ്വിഹാഫയുടെ ഭാഗമായിട്ട് അവർ ഫിലിമുകൾ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അറബ് ഫിലിമുകൾ കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ചുരുക്കത്തിൽ അറബി ഭാഷയുടെ വളർച്ചയും അതിൻ്റെ പുരോഗതിയും അറിയിക്കുന്ന ഏതൊക്കെ മേഖല ഉണ്ടോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയണം. പിന്നെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ബുക്ക്ലെറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ സ്പേസ് ലിമിറ്റഡാണ്. നമുക്കൊരു വിഷയത്തെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടും കാര്യമില്ല, അവർ തന്ന ആ സ്പേസിലാണ് എഴുതേണ്ടത്. ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരുമായി കോൺടാക്റ്റ് ചെയ്തിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലുള്ള അധ്യാപകരുമായിട്ടും പ്രൊഫസർമാരുമായിട്ടും കോൺടാക്റ്റ് ചെയ്തു. എങ്ങനെയായിരിക്കാം ഇതിൻ്റെ പരീക്ഷ വാല്യുവേഷൻ രീതി, നമ്മൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ അതിൻ്റെ സ്വഭാവങ്ങൾ അറിയണമല്ലോ. അങ്ങനെ ഞാനന്ന് ചോദിച്ചറിഞ്ഞതിൽ എനിക്ക് ബോധ്യപ്പെട്ട സംഗതി, അവർ പറഞ്ഞത് അത് എത്രത്തോളം പ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക് അറിയില്ല, പക്ഷേ അവർ പറഞ്ഞൊരു അറിവ് എന്താണെന്ന് വെച്ചാൽ ഇത് ഓൺ സ്ക്രീൻ വാല്യുവേഷനാണ് നടക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ
PSC എന്ത് ചെയ്യും, മുഴുവൻ കാൻഡിഡേറ്റ്സിൻ്റെയും ആൻസർ ഷീറ്റ് ഒരു പ്രത്യേക സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ ഞങ്ങളന്ന് 600 ചില്ലാൻ ആളുകളാണ് പരീക്ഷ എഴുതിയത്. സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷനാണ് കോളേജിയേറ്റ്. അപ്പോൾ എല്ലാവരുടെ ആൻസർ പേപ്പറും അപ്ലോഡ് ചെയ്യുന്നു, ഈ ബുക്ക്ലെറ്റ് അപ്ലോഡ് ചെയ്യുന്നു സ്കാൻ ചെയ്തിട്ട്. എന്നിട്ട് വാല്യുവേഷൻ നടത്തുന്ന ആൾക്ക് പിന്നെ ഒരു ക്വസ്റ്റ്യനാണ് ഒരു ആൾ വാല്യൂ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ 600 ചില്ലാൻ ആളുകളുടെയും ഒന്നാമത്തെ ചോദ്യം ഒരാളാണ് വാല്യൂ ചെയ്യുക. അങ്ങനെ ഒരാളല്ല, അതുപോലെ സമാനമായ വേറൊരാൾ വേറൊരു ഭാഗത്തുനിന്നും വാല്യുവേഷൻ നടത്തും. എന്നിട്ട് നമ്മൾ രണ്ടുപേരുടെയും ആവറേജ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, അതിൻ്റെ മാർക്ക് കണക്കാക്കുക. അത് വാല്യൂ ചെയ്യുന്ന സമയത്താവട്ടെ വാല്യൂ പോയിൻറ്റ്സ് അവിടെ സിസ്റ്റത്തിൽ കാണും. അവർ മാനുവലല്ല ചെയ്യണത്. അവർ കൊടുക്കുന്ന PSCയിലേക്ക് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയ ആളുകൾ കൊടുത്ത വാല്യൂ പോയിൻറ്റ്സ് ഈ ആൻസറിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോയിൻ്റ് വരും. ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ തത്തവൂർ ഷിയൽ അറബി ഫി കേരള അന്നൊരു ക്വസ്റ്റ്യനാണ്, എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുണ്ട്. ഇത് എഴുതാൻ ആകെ 7-8 ലൈന് മാത്രം സ്പേസ് ഉള്ളത്. ഇത് വിശാലമായൊരു വിഷയമാണ്. ഈ കേരളത്തിലെ അറബി ഭാഷയിലെ അറബി കവിതയ്ക്കുണ്ടായ വളർച്ചകൾ, അത് ഓരോ കാലഘട്ടത്തിലുണ്ടായവ, അതിലോരോ പ്രഗത്ഭരായ കവികൾ, അവരുടെ ഓരോ നമൂദജ് ഉദാഹരണങ്ങൾ, ഇതൊക്കെ വെച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ ഒരു 4-5 പേജൊക്കെ എഴുതാൻ മാത്രമുള്ള വിഷയമാണ്. പക്ഷേ ഇതിനെ നമ്മൾ 7-8 ലൈനിലേക്ക് ചുരുക്കി കൊണ്ടുവരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ ഉൾക്കൊള്ളേണ്ട 7-8 വാല്യൂ പോയിൻറ്റ്സ് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ എഴുതിയിട്ടുണ്ടാവണം, ഉണ്ടെങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അന്ന് നമ്മുടെ അധ്യാപകരെ തന്നൊരു ഉപദേശമാണ് എനിക്ക് ഇന്ന് ഇതിനൊരുങ്ങുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത്. നമ്മളെ ഭാഷാ കഴിവ് പ്രകടിപ്പിച്ച് ഒരുപാട് സിഫത്തുകളും ഒരുപാട് ന്യായത്തുകളും ഉദാഹരണങ്ങളും അല്ലെങ്കിൽ ഒരുപാട് വിശദീകരണങ്ങൾ കൊടുക്കല്ല വേണ്ടത്. ഏറ്റവും ക്രിസ്പായി കടഞ്ഞെടുത്ത പോയിൻ്റുകൾ ഉൾക്കൊള്ളിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ടോപ്പിക്കിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 7-8 പോയിൻ്റ് ആണെങ്കിൽ ആ പോയിൻ്റ് അത് നീട്ടി എഴുതാതെ, എന്നാൽ ആ വരിയുടെ മുകളിൽ ഒരു വരി എഴുതാൻ പാടുള്ളൂ. നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും 2 ലൈൻ തമ്മിൽ. അപ്പോൾ നമുക്ക് തോന്നുന്നു കുറേ എഴുതാൻ ചെറുതാക്കി 2 ലൈനാക്കി എഴുതാൻ പറ്റില്ല. അത് ഈ സ്ക്രീൻ സ്കാൻ ചെയ്യുമ്പോൾ അത് എന്താവും, ഇൻവാലിഡ് ആയി പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ എഴുതുമ്പോൾ അവിടെ നമുക്ക് സൗകര്യം എന്താ വെച്ചാൽ പോയിൻറ്റ്സ് നന്നായി പഠിച്ചാൽ മതി. ശരിക്കും സൗകര്യമാണ്, ഡീറ്റെയിൽ ആയിട്ട് കുറേ പഠിക്കില്ല ഉള്ളത്. ഓരോ വിഷയത്തെ പറ്റിയും മിനിമം ഒരു 15 പോയിൻ്റുകൾ നമുക്കറിയെങ്കിൽ നമുക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റും. പിന്നെ കൂടുതൽ ആലോചിച്ചിരിക്കാൻ സമയം ഉണ്ടാവില്ല, 1 മണിക്കൂർ കൊണ്ട് ഇത് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ കോളേജിയറ്റ് എക്സാമിന് നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് ഈ സിലബസ് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായി മനസ്സിലെത്തി വായിച്ച് അതിൽ ഓരോ മൊഡ്യൂളിലെ ഓരോ ടോപ്പിക്കും വളരെ കൃത്യമായി ഒരു 15-20 പോയിൻ്റ് നമുക്കറിയെങ്കിൽ നമുക്ക് വളരെ സുന്ദരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പരീക്ഷ നമ്മുടെ കൈകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. അറിഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നേടണം. പഠനത്തിൻ്റെ ഒരു സീക്രട്ട് ഇവിടെ പ്രേക്ഷകർക്ക് മുമ്പിൽ വെളിവായിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ഞാനൊക്കെ സിലബസ് വായിക്കൽ തുടങ്ങി, അതിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങൾ പഠിക്കൽ തുടങ്ങി. പക്ഷേ നിങ്ങൾ പറഞ്ഞ ഒരു പോയിൻ്റ്, അധ്യാപകരോട്, യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരോട് ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ച, ഇത് നമുക്കൊരു LP-ൻ്റെ പരീക്ഷയാണെങ്കിൽ പോലും LP-യിൽ ജോലി കയറിയ അധ്യാപകരോട് ഈ വിഷയം ചർച്ച ചെയ്യാം. തീർച്ചയായും മുമ്പ് റാങ്ക് ലിസ്റ്റിൽ വന്നവർ, ഇവരോടൊക്കെ വിഷയം ചർച്ച ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നമ്മുടെ പ്രേക്ഷകരും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ആ ഒരു വിഷയം ഉൾക്കൊള്ളുക എന്നുള്ളത് ഞാൻ ഇതിൻ്റെ അടിയിൽ കയറിയിട്ട് പറയാൻ. വേറൊരു കാര്യം, പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എഴുതി കൂട്ടും. നമ്മളൊരു essay ടൈപ്പൊക്കെ വന്നാൽ ഒരു 5 പേജ് നിർബന്ധമായിട്ടും നമ്മൾ എഴുതാറുണ്ട്. അന്നൊക്കെ പേപ്പർ തൂക്കി നോക്കി മാർക്കിടുക എന്നൊക്കെ നമ്മൾ പറയലുണ്ട്. അതിൽ നിന്ന് വളരെ കടഞ്ഞെടുത്ത പോയിന്റുകൾ ആക്കി പഠിക്കാൻ നമ്മളൊന്നുകൂടി പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ. തീർച്ചയായും നമുക്ക് തുടരാം. അതിലിപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ചില വിഷയം നമ്മളിപ്പോൾ ആദ്യമായിട്ട് കേൾക്കും. ഇപ്പം എൻ്റെ ഒരു അനുഭവം പറയാം. നമ്മളൊരു PG കാലത്ത് പഠിച്ച ആ ഒരു കാലത്ത് കടന്നു പോകാത്ത പല വിഷയം, ഇപ്പം നഖദ് എന്നുള്ളൊരു മൊഡ്യൂളാണ്. ആ മൊഡ്യൂളിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങൾ കൊടുക്കും. ഒരു മൊഡ്യൂളിൽ തന്നെ ഒരു 10-20 വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അതിൽ ചില വിഷയങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും നാഖിദിൻ്റെ കാഴ്ചപ്പാടുകളായിരിക്കും. ഇപ്പോൾ നഖദ് എന്നൊക്കെ പറയുമ്പോൾ, നിരൂപണം എന്ന് പറയുമ്പോൾ അത് ശരിക്ക് അറബി ഭാഷയുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതിയല്ല. നിരൂപണം എന്നുള്ളത് മുഴുവൻ ഭാഷകളിലും ഒരേ സ്ട്രക്ചറും രീതിയാണ്. അതിപ്പോൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ഭാഷയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ ഭാഷയിൽ വന്ന സംഗതി, അതേ സംഗതി എന്ത് ചെയ്യും, അറബിയിലും അപ്ലൈ ചെയ്യുന്നു, മറ്റു ഭാഷയിൽ മലയാള സാഹിത്യങ്ങളിൽ അപ്ലൈ ചെയ്യുന്നു. അതിലേക്ക് പിന്നെ ആ ഒരു ആശയത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ചില സാഹിത്യകാരന്മാർ ആ വിഷയങ്ങളിൽ ഉണ്ടായിത്തീരുന്നു. അങ്ങനെയൊക്കെയാണ് ചില ഭാഗങ്ങളിലേക്ക് വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ചോദിച്ച സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചില പ്രതിസന്ധി ഞാൻ നേരിട്ടു. ഇത് നെറ്റിൽ നോക്കുമ്പോൾ വൈഡായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഏറ്റവും കോറ് കിട്ടണം.
അവിടെയും ഞാൻ സ്വീകരിച്ചൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ അധ്യാപകരുമായിട്ട് സുഹൃത്തുക്കളായിട്ടുള്ള അധ്യാപകരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പലരും നമുക്കതിൽ ആ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ നിർദ്ദേശിച്ചു തരും. ചിലപ്പോൾ അവർ ബിസി ആകുമ്പോൾ പറയും ഇന്ന പുസ്തകം ഒന്ന് വായിച്ചാൽ അതിലൊരു വെളിച്ചം കിട്ടും. അപ്പോൾ നമുക്ക് സൗകര്യമാണ്. ഇന്നത്തെ കാലത്ത് പഴയ പോലെയല്ല, നമുക്ക് പലതും എന്ത് ചെയ്യാൻ പറ്റും, ക്രിസ്പായിട്ട് കിട്ടാൻ പല AI ടൂളുകൾ വരെ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഒരുങ്ങി തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഈ മൊഡ്യൂളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ അന്ന് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടൂല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അവസാന ഒരു 5 മിനിറ്റ് സമയം ഒന്ന് ബാക്കി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില വിഷയങ്ങൾ അറിയില്ലെങ്കിൽ നമ്മൾ എഴുതുമല്ലോ. പരീക്ഷയ്ക്ക് നമ്മളെല്ലാം എഴുതിയിട്ടും ഒരു 5 മിനിറ്റ് ബാക്കി ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞാനൊന്നിങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്തു, എല്ലാ ക്വസ്റ്റ്യനിലൂടെ ഒന്ന് കണ്ണോടിച്ചു. അവിടെ ഞാൻ കണ്ടതെന്ന് ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയ ആളുകൾ ക്വസ്റ്റ്യനോട് നീതി കാണിച്ചിട്ടുണ്ട്. എല്ലാ മൊഡ്യൂളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ആനുപാതികമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒന്നാമത്തെ ചോദ്യം നെഹ്വിലെ ജുംല മുഫീദ് എന്താണെന്നായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു 5-6 ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒന്നും ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് തുടക്കത്തിൽ 3 മാർക്കിൻ്റെ ഒരു 10 ചോദ്യമുണ്ട്, 30 മാർക്കിനുണ്ട്. പിന്നീട് ഫുള്ള് എസ്സേ ടൈപ്പാണ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മുഴുവൻ. ഇതുള്ളൂ. അങ്ങനത്തെ ഒരു ബുക്ക്ലെറ്റ് ക്വസ്റ്റ്യനാണ് കോളേജിയറ്റിൻ്റെ PSCക്ക് വേണ്ടിയിട്ട് PSC ഈ ലാസ്റ്റ് നടത്തിയ പരീക്ഷയുടെ രൂപം. ഇനി വരും പരീക്ഷകളും ഇതേ രീതി ഫോളോ ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. മാറ്റം ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. അത് 2027 കൂടിയാണ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്. പക്ഷേ PSCയുടെ നോട്ടിഫിക്കേഷൻ പീരീഡ് നോക്കുകയാണെങ്കിൽ ഈ അടുത്ത ഒരു തവണ എന്ത് ചെയ്യും, ഒരു കേൾക്കുന്നത് വരുന്ന ഫെബ്രുവരി മാർച്ചോട് കൂടെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പല റാങ്ക് ലിസ്റ്റുകളും അവസാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപക്ഷെ അറബിയും നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത കാണുന്നുണ്ട്. മുമ്പ് വന്നത് അങ്ങനെയായിരുന്നു. റാങ്ക് ലിസ്റ്റ് നിലവിൽ ഉണ്ടായിരിക്കുകയാണ്. മറ്റു വിഷയങ്ങൾ തീർന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് എന്ത് ചെയ്ത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് യോഗ്യതയുള്ള ആളുകൾ എന്ത് ചെയ്യണം, ഇപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട ഏറ്റവും നല്ല സമയമാണ് എന്നാണ് നമ്മൾ ഇത് കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ യോഗ്യതകളുള്ളവർ പഠിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള ഒരു ചോദ്യം, ഇതിൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണ്? ഇതിൽ നെറ്റ് ഉണ്ടായാൽ കോളേജിയേറ്റ് PSCയിൽ എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ പറ്റും. അപ്പം നെറ്റ് എന്ന് പറയുമ്പോൾ UGC നടത്തുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്. 2 തവണയാണ് വർഷത്തിൽ സാധാരണഗതിയിൽ UGC നെറ്റ് എക്സാം നടത്താറുള്ളത്. നെറ്റ് എഴുതാനുള്ള യോഗ്യത പറയുന്നത് PG ആണ്. അപ്പോൾ PG 2ാം വർഷ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് സെമസ്റ്റർ ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥിക്കും നെറ്റ് എക്സാമിന് അപേക്ഷിക്കാം. 2 പേപ്പറാണ് നെറ്റ് എക്സാമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ ഒരു സൗകര്യം നെഗറ്റീവ് മാർക്കില്ല. മറ്റു PSCകളിലൊക്കെ ആണെങ്കിൽ എന്തുണ്ട്, ഒബ്ജക്റ്റീവ് പരീക്ഷകൾക്ക് നെഗറ്റീവ് മാർക്കുണ്ട്. പക്ഷേ നെറ്റ് എക്സാമിന് നെഗറ്റീവ് മാർക്കില്ല. 2 പേപ്പറാണ്. ഒന്ന് ജനറൽ പേപ്പറാണ്, നെറ്റ് എഴുതുന്ന എല്ലാവരും എഴുതേണ്ട അറ്റൻഡ് ചെയ്യേണ്ട ഒരു പേപ്പറാണ്. മറ്റൊന്ന് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട പേപ്പറാണ്. അപ്പോൾ ജനറൽ പേപ്പറിൽ 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം, അങ്ങനെ 100 മാർക്ക് അവിടെ കിട്ടും. 2ാമത്തെ പേപ്പറിൽ 100 മാർക്കിൻ്റെ ചോദ്യമാണ് ഉണ്ടാവുക, 2 മാർക്ക് വീതം, അങ്ങനെ 200 മാർക്ക് 2ാമത്തെ പേപ്പറിലും ലഭിക്കുന്നതാണ്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നെറ്റ് എക്സാമിന് പ്രായപരിധിയില്ല. ഏത് പ്രായത്തിലുള്ള ആൾക്ക് എന്ത് ചെയ്യാം, അവർ നെറ്റ് എഴുതാൻ ക്വാളിഫൈഡ് ആണെങ്കിൽ അവർക്ക് നെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം, എഴുതാം. പക്ഷേ JRF എന്ന സംഗതിയുണ്ട്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. നെറ്റ് എക്സാമിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു നിശ്ചിത പരിധി നിശ്ചയിച്ച, കട്ട് ഓഫ് നിശ്ചയിച്ച ആളുകൾക്ക് ഈ ഫെലോഷിപ്പിന് അർഹത കിട്ടും, JRF. അപ്പോൾ JRF കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് റിസർച്ച് ചെയ്യുമ്പോൾ ആ ഫെലോഷിപ്പ് ക്യാഷായിട്ട് സർക്കാർ കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ്. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ അതിനെന്തുണ്ട്, പ്രായപരിധി ഉണ്ട്. നെറ്റ് എക്സാം എഴുതാം, പക്ഷേ JRF കിട്ടണമെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞാൽ ജനറൽ വിഭാഗത്തിന് പിന്നീട് JRFന് യോഗ്യതല്ല. OBC നമ്മളെ പോലെ OBC അല്ലെങ്കിൽ SC ST അങ്ങനത്തെ മറ്റു റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 5 വർഷം കൂടെ റിലാക്സേഷൻ കിട്ടും. അങ്ങനെ 35-ാം വയസ്സിലാണ് അവരുടെ യോഗ്യത എന്ത് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള അതിൻ്റെ ഒരു രീതി. പിന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ രീതി എന്ന് പറയുന്നത് 40% മാർക്ക് ടോട്ടൽ നമ്മൾ കരസ്ഥമാക്കിയിരിക്കണം. എന്ന് പറഞ്ഞാൽ 300-ൽ 120 മാർക്ക് മിനിമം നേടിയിരിക്കണം. അത് ഈ പറഞ്ഞ റിസർവേഷൻ കാറ്റഗറിക്ക് 105 മാർക്ക് നേടിയാൽ മതി. പക്ഷേ അത് മിനിമമാണ്. പിന്നെ കട്ട് ഓഫാണ് തീരുമാനിക്കുക. അതിൽ മുകളിലേക്കുള്ള ആൾ പിന്നെ എന്ത് ചെയ്യും, എത്ര ആളുകൾക്ക് നെറ്റ് ഇപ്രാവശ്യം യോഗ്യത കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ട് അവിടെ കട്ട് ഓഫ് തീരുമാനിക്കും. എന്നാൽ ഇതിൽ മിനിമം കിട്ടാത്ത ആൾ എന്താവില്ല, ക്വാളിഫിക്കേഷൻ നേടുകയുമില്ല. ഇതാണ് പ്രാഥമികമായിട്ട് കോളേജിയേറ്റിലെ PSC എഴുതാനുള്ള യോഗ്യത. ഇനി അതിലേക്ക് സപ്പോർട്ടിംഗ് ആണ് PhD എന്നുള്ളത്.
അപ്പോൾ PhD ഉള്ള ആൾക്ക് വെയിറ്റേജ് ആയിട്ട് 5 മാർക്കും കൂടെ PSC എന്ത് ചെയ്യും, മാർക്ക് ലഭിക്കും. അതേപോലെ PSCയിൽ വരുമ്പോൾ കോളേജിയറ്റിൻ്റെ PSCയിൽ പിന്നെ നമ്മുടെ PGയുടെ മാർക്ക് കൂടെ വെയിറ്റേജ് പരിഗണിക്കും. PGക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെയിറ്റേജ് എന്ത് ചെയ്യും, ശതമാനം നോക്കിയിട്ട് നമുക്ക് രേഖപ്പെടുത്തപ്പെടും. ഇതും നമുക്ക് കോളേജിയറ്റ് PSCക്ക് ഒരു അനുകൂല ഘടകമാണ്. അപ്പോൾ നെറ്റ് നിർബന്ധമാണ്, അല്ലെങ്കിൽ PhD എന്നല്ലല്ലോ? നെറ്റ് നിർബന്ധമാണ്. പക്ഷേ ഇപ്പോൾ നെറ്റ് ഇല്ലെങ്കിലും PhD എന്ത് ചെയ്യുന്നുണ്ട്, അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഇനി പറയുന്നത് PhD നിർബന്ധമാണെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. കോളേജിയറ്റിൽ അല്ലെങ്കിൽ കോളേജ് തലങ്ങളിൽ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ അധ്യാപകനാകാൻ PhD നിർബന്ധം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇപ്പോൾ നെറ്റാണ് ബേസിക്ക്. ഈ നെറ്റില്ലാതെ PhD ഉണ്ടെങ്കിലും അവർക്കിപ്പോൾ എഴുതാൻ പറ്റും. വരും കാലങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് നെറ്റ് മാത്രം പോരാ, PhD കൂടെ നിർബന്ധമായിട്ട് വരുമെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫെബ്രുവരിയിൽ ഒരു വരാൻ ചാൻസ് എന്ന് പറഞ്ഞല്ലോ കോളേജിയറ്റ്. അപ്പോൾ ഇപ്പോൾ നെറ്റ് ഇല്ലാത്ത ഒരാൾക്ക് ഈ നെറ്റ് എഴുതിയെടുത്ത് അതിനെ അപേക്ഷിക്കാനുള്ള സാധ്യത ഉണ്ടോ? അതിന് ഇപ്പോൾ ഇനിയൊരു സാധാരണ ഡിസംബർ മാസത്തിൽ എന്ത് നെറ്റ് എക്സാം വിളിക്കാറുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മുമ്പ് റിസൾട്ട് വരിക എന്നുള്ളതാണ് പ്രധാനം. നോട്ടിഫിക്കേഷൻ്റെ മുമ്പ് ക്വാളിഫൈഡ് ആവണം. എല്ലാ PSCൻ്റെ ഒരു നിയമം അതാണ്. കാരണം അതിൻ്റെ വെരിഫിക്കേഷൻ സമയത്ത് അവർ നോക്കുന്നത് നോട്ടിഫിക്കേഷൻ പീരീഡിൽ നമ്മൾ ക്വാളിഫൈഡ് ആണോ എന്നാണ് പരിശോധിക്കുക. അപ്പോൾ അതിനുള്ളൊരു സാധ്യത ഉണ്ടായിരിക്കില്ല. സാധ്യത കാണുന്നില്ല. ഇനി നോട്ടിഫിക്കേഷൻ വൈകിയാൽ, ഇപ്പോൾ ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ എന്തായാലും ആ സമയത്തൊരു നോട്ടിഫിക്കേഷൻ വരും. അതിൽ അറബി ഇല്ല എങ്കിൽ അറബിക്കാർക്ക് എന്ത് ചെയ്യാം, മറ്റൊരു അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളും ഒരുങ്ങുന്നവരും ശ്രദ്ധിക്കേണ്ട വിഷയം അത് തന്നെയാണ്. ശരി. അപ്പോൾ കോളേജിയറ്റിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കോളേജിയറ്റ് പരീക്ഷ എഴുതിയാൽ എത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലാണ് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഉള്ളത്? കേരളത്തിൽ ഗവൺമെൻറ് കോളേജുകളിലേക്കാണ് ഈ PSC എക്സാമിനേഷൻ നടത്തുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു 60 ശില്ലാനം കോളേജുകളുണ്ട്. പുതിയ കോളേജുകൾ വന്നതുണ്ട്. പക്ഷെ അത് അംഗീകാരം, അതിലേക്ക് പോസ്റ്റ് ക്രിയേഷൻ എന്ത് ചെയ്തിട്ടില്ല, അംഗീകാരം കൊടുക്കാത്തതുണ്ട്. 2025 കൂടെ അത് അംഗീകാരമാകുമെന്നാണ് 2020 കൊണ്ടുവന്ന ആ കോളേജുകളിലേക്ക് 2025 കൂടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അതിന് പോസ്റ്റ് ക്രിയേഷൻ അംഗീകാരം കൊടുത്തിട്ടില്ല. അത് കിട്ടും എന്നൊരു പ്രതീക്ഷ നമ്മളുണ്ട്. എങ്കിലും ഒരുപാട് കോളേജുകൾ ഇപ്പോൾ ഉണ്ട്. ഇനിയും പോസ്റ്റ് കൂടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4 ഇയർ ഡിഗ്രി ഇൻട്രൊഡ്യൂസ് ചെയ്തു കേരള സർക്കാർ. അവിടെയൊക്കെ പോസ്റ്റ് കൂടിയിട്ടുണ്ട്. കാരണം അധിക കോഴ്സ് ഓഫർ ചെയ്യാം, വർക്ക് ലോഡ് കൂടുന്നു. വർക്ക് ലോഡ് കൂടിയാൽ അതൊരു പോസ്റ്റായിട്ട് രൂപാന്തരപ്പെടും. പക്ഷെ നിലവിൽ ആ പോസ്റ്റ് സർക്കാർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സർക്കാർ പറയണത് 4 വർഷം അത് ഒരു ബാച്ച് പുറത്തിറങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു സ്വഭാവം അറിയുക എന്നുള്ളത് പറഞ്ഞിട്ട് അത് ലോക്ക് ചെയ്ത് വെച്ചൊക്കെയാണ്. നിലവിൽ എല്ലാ കോളേജിലും പോസ്റ്റ് കൂടിയിട്ടുണ്ട്. അവിടെയൊക്കെ ഗസ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന PSC എന്നായിരിക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കുക. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു അവസരങ്ങളാണ് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിൽ. അപ്പോൾ നെറ്റ് എടുക്കാത്തവരൊക്കെ വേഗം അത് നേടിയെടുക്കുക, PhD കൂടി ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ. ഇപ്പോൾ ഈ പറഞ്ഞ 60 കോളേജുകളെന്ന് പറഞ്ഞതിൽ എല്ലാത്തിലും അറബി പോസ്റ്റ് ഉണ്ടാവും? അത് അറബിക്ക് 2 രൂപത്തിലുണ്ട്. ഒന്ന് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളതുണ്ട്, എല്ലായിടത്തും ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. എന്നാൽ പല കോളേജിലും സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്, അതില്ലാത്തതുണ്ട്. പക്ഷേ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളിടത്താണ് കൂടുതൽ പോസ്റ്റുകൾ ഉണ്ടാവുക. അവിടെയൊക്കെ നമുക്ക് അവസരങ്ങളുണ്ട്, അൽഹംദുലില്ലാ. നമ്മൾ PhDയെ കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി നമുക്കൊന്ന് സംസാരിക്കാം, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വിവരം കൊടുക്കാൻ അതിനെപ്പറ്റി. PhDക്ക് അഡ്മിഷൻ നമ്മൾ നേടുന്നത്, ഒന്ന് എൻട്രൻസിലൂടെ അഡ്മിഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. 2 നെറ്റ് JRF ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂയിലൂടെ അഡ്മിഷൻ കൊടുക്കുന്ന അവസരങ്ങളുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളൊക്കെ എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ ആണെങ്കിൽ നെറ്റ് JRF ഉള്ളവരെ അവർ പ്രിഫർ ചെയ്യുള്ളൂ. എങ്കിലും അവർ എൻട്രൻസ് എക്സാം വിളിക്കാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് ആരും കയറി വരുന്നൊരു സാധ്യതയില്ല. കാരണം ഓൾറെഡി JRFക്കാർ ഫില്ലാണ്. അപ്പോൾ PhDക്ക് ഒരുങ്ങുന്ന ആളുകളും ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് നെറ്റിനാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നെറ്റ് ക്വാളിഫൈഡ് ആവുക, അതേപോലെ JRF നേടിയെടുക്കുക എന്നുള്ളതാണ് PhDക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. എന്നാൽ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരുപാട് സെൻറ്ററുകൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. അറബി കോളേജ് പലതും റിസർച്ച് സെൻറ്ററുകളായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓട്ടോണമസ് കോളേജുകൾ വന്നിട്ടുണ്ട്, അവിടെയൊക്കെ സെൻറ്ററുകൾ വർദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് ഗൈഡുമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിലേക്ക് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്ന് നോക്കി അപേക്ഷ കൊടുത്ത് നമ്മൾ ഒരു വിഷയം കണ്ടെത്തി അതിനൊരുങ്ങുക എന്നുള്ളതാണ് അതിൽ പ്രാഥമികമായി ചെയ്യേണ്ടത്. പിന്നീട് ഗൈഡിനെ കണ്ടെത്തിയിട്ടാണ് നമ്മൾ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്.
അപ്പോൾ കേരളത്തിൽ കൂടുതൽ സാധ്യതകളുണ്ട്, ഒരുപാട് ഗൈഡുമാർ ഉള്ളത് കൊണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഗൈഡുമാരെ കണ്ടെത്തുകയും നല്ല വിഷയം കണ്ടെത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് പി എച്ച് ഡി ചെയ്യാൻ പിന്നെ മാസ്റ്റേഴ്സ് മതി അല്ലേ? PGക്ക് 55% മാർക്ക് ഉണ്ടായാൽ മതി. പിന്നെ വെറും PG ഉള്ളെങ്കിൽ പറഞ്ഞ പോലെ എൻട്രൻസ് പാസ്സായിട്ടാണ് വരേണ്ടത്. അല്ലെങ്കിൽ പിന്നെ നെറ്റ് JRF ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇൻ്റർവ്യൂയിലൂടെ നമുക്ക് കയറി വരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു സംസാരം കേട്ട ആളുകളിൽ നിന്ന് കൂടുതൽ PhDക്ക് ശ്രമിക്കുന്നവരും നെറ്റിന് വേണ്ടി ശ്രമിക്കുന്നവരും ഉണ്ടാകുമെന്ന് നമുക്ക് ആശിക്കാം. ഈ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.